ഹലോ, ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഒരു ബോട്ടിലാണ്. അതായത് ഇത് ഇവിടെ മണ്ടോത്തുരുത്ത് എന്ന സ്ഥലമാണ്. അതായത് പണ്ട് ഒരു സായിപ്പ് ഈ എന്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത് അത് ഈ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ടോ സാഹിബിന്റെ കാലത്ത് വെട്ടിയെടുത്തയാണത്. നാച്ചുറലാണ്. അതുകൊണ്ട് ഇതിന്റെ പുത്തനാർ എന്നാണ് ഈ ആറിന് പറയുന്നത്. പിന്നെ ഈ റൈറ്റ് സൈഡ് കാണുന്നത് ഒരു ഐലൻഡാണ്. അതിനകത്ത് 4 വീടേ ഉള്ളൂ. അതൊരു ഫാമിലിയാണ്. അതിനകത്ത് 4 വീടേ ഉള്ളൂ. അപ്പൊ അങ്ങോട്ട് ആക്സസ് ഇല്ല, ബോട്ടല്ലാതെ? ആ, ബോട്ടല്ലാതൊന്നുമില്ല. ഓക്കെ ഓക്കെ. ഐലൻഡിന്റെ പേരില് അത് 10 പറയുന്നതാണ് ഐലൻഡിന് പറയുന്നത്. 10 ഐലൻഡ്. ഇപ്പൊ ഇത് ഇവിടെ നിന്ന് ഒരു 15 മിനിറ്റ് നമ്മുടെ റണ്ണിങ് ആയി കഴിയുമ്പോഴത്തേന് നമ്മുടെ മെയിൻ കല്ലടയാറ്റിലാണ് ചെന്ന് കയറുന്നത്. കല്ലടയാറ്. ഓക്കെ ഓക്കെ. ഇവിടെ നല്ല കരിമീനും. ഇവിടുത്തെ ഈ ട്രിപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഈ പുഴ ഇവിടുന്ന് തന്നെ പിടിക്കുന്ന ഇതിൽ ജസ്റ്റ് സോൾട്ടിന്റെ ഒരു അംശമൊക്കെ കലർന്ന വെള്ളമാണ്. പക്ഷെ ഇവിടെ നല്ലത് താറാവുകളൊക്കെ നിൽക്കുന്നുണ്ട്. താറാവ്, നല്ല സൂപ്പർ കരിമീന്, അങ്ങനെ വേണ്ട എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. പ്രകൃതി ദത്തമായ സാധനങ്ങൾ. വേറെ നമ്മള് അങ്ങനെ മോശം സാധനങ്ങളൊന്നുമല്ല, ഇവിടുന്ന് തന്നെ പിടിക്കുന്നതാണ്. അപ്പൊ ഞങ്ങളുടെ ട്രിപ്പ് ആരംഭിക്കുകയാണ്. ഞങ്ങളുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് രാവിലത്തെ നല്ല പൊറോട്ട, ചൂടൻ പൊറോട്ടയും ബീഫും. ഇവരെല്ലാം മസ്കറ്റിൽ നിന്ന് വന്ന അറബിക് ആൾക്കാരാണ്. പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് പ്ലീസ്. What is your Ahmad? Yeah, Ahmad. Yeah, from Muscat. Muscat. Yeah. Ibrahim from Ibrahim. Muscat. Yeah. Ali. Yes. Nice to meet you. Nice to meet you. Kaban. Anwar. Okay. Thank you. Please introduce yourself, please. I am Jagadishwar from Hyderabad, working as teacher. Yeah. And I am Lingareddy, Nizamabad district, Telangana. And what is your position? You are Agricultural. no. You are like is doing some service for the community, no? Like a councillor or something. Village president. Eh? Village president. Village president. Village Sarpanch. president. Okay. Sarpanch. Village president. Yeah. I'm Anu, but Mandal, second name of Mandal. Anu. I'm doing in, I'm from Telangana, Nizamabad, same village. I'm doing in Muscat business. He got hospitals Opticals. and Opticals and manpower. opticals and manpower. Yeah, please introduce yourself, please. I'm working in Oman, my own company, cleaning section, office by supply, main power supply, everything. ജേഷേ, നിന്നെ പറ്റി പറ. നിന്റെ പേര്, നീ എന്ത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞേ. മസ്കറ്റില് ओनर है, गाड़ी उसका पास है. गेस्ट आता है. नाम बना के रखा. हाँ, सब लोग गेस्ट आता है. ഹലോ സുധീർ ഭായി, പറ നമ്മളെ പറ്റി പറഞ്ഞേ. ഞാൻ സുധീഷ്, കൊല്ലമാണ് എൻ്റെ സ്ഥലം. ഞാൻ ഇപ്പോൾ കൊല്ലത്തെ ഡ്രൈവറാണ്. പുള്ളി മസ്കറ്റിലും നാട്ടിലും ഒരേപോലെ ഒരേ സമയത്ത് ബിസിനസ് ചെയ്ത് കാശുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി ചുമ്മാ ഇരുന്ന് ഉറങ്ങുമ്പോഴും കാശുണ്ടായിക്കൊണ്ടിരിക്കും. അതെ, അവിടെ ജോലി നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടേക്ക് ഇരുന്നത് കള്ളു കുടിച്ചോണ്ടിരിക്കുമ്പോഴും അവിടുത്തെ കാശ് വന്നോണ്ടിരിക്കും. അതാണ് അതിന്റെ പ്രത്യേകത. പറഞ്ഞു അശോക്, പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. Tanker work. Ashok. Okay. ഇത് ഫ്രം ഹൈദരാബാദ്. ഇത് ഞങ്ങളെ ഇവിടെ നയിച്ച് ഇവിടെ വരെ എത്തിയ നമ്മുടെ വീരനായകൻ നേര്യമംഗലത്തിന്റെ സ്വന്തം
പേര് പറഞ്ഞുതരാം. ഇന്നത്തെ പൈലറ്റ് പറഞ്ഞോ. മണ്ടത്തുരുത്ത്. നിങ്ങളുടെ ബോട്ട് കമ്പനിയുടെ പേര് പറഞ്ഞു. നിങ്ങൾ എന്തൊക്കെ സർവീസാണ് കൊടുക്കുന്നത്? കനാൽ ബോട്ടിംഗ്, ഷിക്കാര ബോട്ടിംഗ്, കയാക്കിംഗ്, ഫുഡ്, ഹോം സ്റ്റേ എല്ലാം ഉണ്ട്. ഞങ്ങളിപ്പോ അവരുടെ ഗ്രീൻ ലീഫ് എന്ന റിസോർട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഹോം സ്റ്റേ ആണ്. നല്ലൊരു പഴയ ടൈപ്പ് ഒരു വീട്, നല്ല ആംബിയൻസ് ഉള്ള ഒരു സ്ഥലമാണ്. അതിനെപ്പറ്റി ഞങ്ങൾ കൂടുതൽ പിന്നെ നിങ്ങൾ കാണിക്കാം. ഈ സ്ഥലത്തെ പറ്റി ഒന്ന് വിവരിച്ചോളൂ. കണ്ടൽക്കാടുകളാലും കായലുകളാലും കല്ലടയാറും ഇടത്തോടുകളും എല്ലാം ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചെറിയൊരു ഐലൻഡാണ്. ഓക്കെ. വാട്ട് ആർ ദ മെയിൻ എന്തൊക്കെയാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻസ്? എന്തൊക്കെയാണ്? പ്രകൃതിയുടെ നാച്ചുറൽ ആയിട്ടുള്ള സൗന്ദര്യമാണ്. ആണ്. ഇത് കൂടാതെ നമ്മളിപ്പോ മീനൊക്കെ പിടിക്കാൻ പോവാണല്ലോ. നല്ല എന്തൊക്കെ കരിമീനും എന്തൊക്കെയാ ഇവിടെ കിട്ടുന്നത്? കരിമീനോ രണ്ടുമൊക്കെ കിട്ടും. എല്ലാം ഉണ്ട്. അതല്ല എന്ത്, ഞങ്ങളിപ്പോ മീനെ ഇപ്പൊ പിടിച്ചത് കറി വെച്ചതാക്കുന്നുള്ളു. ഫ്രഷ് മീന് അവിടെ നിന്ന് കിട്ടി. മറ്റേ നമ്മുടെ കൊഞ്ചൊക്കെ തീർന്നോ? കൊഞ്ചൊക്കെ തീർന്നു. നല്ല സൂപ്പർ കറികളൊക്കെയാണ്. ഓക്കെ. ഇനിവേ ഇതേ ചുമ്മാ ഉള്ള ഇതല്ല, പ്രകൃതി സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. കാടും ഇതിൻ്റെ ഇടയ്ക്ക് വീടുകളൊക്കെ ഉണ്ട്. ഇവിടെ ടൂറിസം ഒരു ബിസിനസ്സായി തുടങ്ങിയിട്ട് എത്ര നാളായി ഇപ്പോൾ ഇവിടെ? ശരിക്കും 5 വർഷമായുള്ളൂ അല്ലേ? പണ്ട് ഇവിടെ ഒന്നും സ്ഥലത്തിനൊന്നും വലിയ വിലയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഭയങ്കര ഒത്തിരി ആൾക്കാർ ടൂറിസം ആയിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം നിങ്ങളെല്ലാവരും ആരെയും ഒരു മലയാളിയുടെ മനസ്സിൽ നിന്ന് മാറാത്ത ഒരു സ്ഥലമാണ്. അതായത് നമ്മുടെ പെരുമൺ ദുരന്തമുണ്ടായ ആ പാലമാണത്. അതായത് 1988 ജൂലൈ 8-ാം തീയതി അത് കേരള മനസ്സിനെ അതുപോലെ മനസാക്ഷിയെ മരവിപ്പിച്ചു കളഞ്ഞ ഒരു സംഭവമായിരുന്നു ഈ പെരുമൺ ദുരന്തം. ഇപ്പം നമ്മുടെ ഈ മുൻപിൽ ഈ കാണുന്ന ആ ഒരു ഐലൻഡ്, അതിൻ്റെ പേര് പള്ളിയാത്തുരുത്ത് ഐലൻഡ്. അത് വളരെ ഫേമസ് ആണ്. കാരണം നമ്മുടെ നാട്ടിലാണെങ്കിൽ പോലും നമ്മൾ അതിനെപ്പറ്റി കൂടുതലായിട്ട് അറിഞ്ഞുകൂടാ. അതൊരു തുരുത്താണ്. അത് ശരിക്കും ബിലോങ്സ് ടു റെയിൽവേയുടെയാണ്. നമ്മുടെ ഫിലിം സ്റ്റാർ ദുൽഖർ സൽമാനൊക്കെ ആ സിനിമയുടെ പേര് സല്യൂട്ട് എന്ന ചിത്രമൊക്കെ എടുത്തത് ഇവിടെയാണ്. എന്താ നോക്കാം, മനോഹരമായിട്ടുള്ള ആ ഒരു ദൃശ്യം അവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള കായൽ മീനാണ്. നമ്മൾ കായൽ മീൻ പലപ്പോഴും കരിമീനും അത് ഇതൊക്കെ കഴിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും എത്രയ്ക്കേ ഉള്ളോ രുചി എന്ന് പറയും. പക്ഷേ നമ്മൾ ഏറ്റവും ടേസ്റ്റി ആയിട്ട് കായൽ മീൻ കിട്ടുന്നത് ഈ ഏരിയയിൽ നിന്നാണ്. കാഞ്ഞിരവട്ട കായൽ എന്നാണ് ഇതിന് പറയുന്നത്. ഓരോ ഐലൻഡുകൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ നമ്മുടെ ഈ നാട്ടിലാണെന്ന് വരും. നമ്മളെന്തിനാ അവിടെ ഇവിടെയൊക്കെ പോകണത്? നമ്മുടെ ഇത്രയും പ്രകൃതി ഭംഗിയുള്ള ഒരു സംസ്ഥാനത്താണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ ഈ കൊച്ചു കേരളം. അത് വേണ്ട രീതിയിലൊന്ന് എക്സ്പ്ലോർ ചെയ്തെടുത്താൽ മാത്രം മതി. എവിടെ ചെന്നാലും നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഓരോ കാര്യങ്ങളും ഉണ്ടാക്കി വെച്ച് അത് ആസ്വദിക്കാനായിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് പോകും. നമ്മുടെ വീടിൻ്റെ പിന്നമ്പുറത്തുള്ള സ്ഥലങ്ങൾ പോലും അത്ര മനോഹരമുള്ള, കേരളം അത്ര മനോഹരമായ സ്ഥലമാണ്. അത് മുറ്റത്തെ പൂവിനും മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയും പോലെ നമുക്ക് ഇത് അടുത്തായതുകൊണ്ട് നമുക്ക് ഇതിനോടൊന്നും വലിയത് തോന്നുന്നില്ല. പക്ഷേ ഇതെല്ലാം എന്താണെങ്കിലും പഴയതിനും വിഭിന്നമായിട്ട് എല്ലാവരും ഇതിനെപ്പറ്റിയൊക്കെ ചിന്തിച്ച് വേറെ വലിയ വലിയ ടൂറുകളൊന്നും പോകാതെ ഇവിടെ തന്നെ നമ്മളൊക്കെ പോകാൻ നോക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. നമ്മുടെ നാടിനും നാട്ടുകാർക്കൊക്കെ ഓരോ രീതിയിലാണ് അതിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നത്. ഇത് കല്ലടയാറിൻ്റെ എൻ്റെ സ്ഥലമാണ്. ഇനി ഇതിന് ശേഷം ഉള്ളത് അഷ്ടമുടി കായലാണ്. നിങ്ങൾക്ക് കാണാം അകലെ നിന്ന് ഒരു നല്ല ഒരു പള്ളി കാണാം. ആ പള്ളി എന്ത് കോഴിവെള്ളപ്പള്ളി ഏതായിട്ട് വരും പ്രോപ്പർ അത് സ്ഥലം? ചാവറ സൈഡ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ നിന്നൊക്കെ ഒരു ഫിഷിങ്ങിനൊക്കെ ആയിട്ട് ആൾക്കാർ പോകുന്ന കണ്ടൽ കാടുകളാണ്. അത്
നമ്മൾ കണ്ടൽക്കാടിന്റെ ഒരു ആർച്ചിനകത്തോട്ട് കയറാൻ പോവാം. ആണോ? ഓക്കെ ഓക്കെ. എന്താ ബോട്ടുകളൊക്കെ അവിടെ നിർത്തിയിട്ടിരിക്കുന്നു? വെള്ളത്തിലിറങ്ങി അവിടെ ആഴത്തിറങ്ങി. നമ്മളിവിടെ ഒരു ആർച്ചിനകത്ത് കയറാൻ പോകും. അവിടെ മരത്തിലൊക്കെ കയറാം കണ്ടൽക്കാട്. ഓ ശരി ശരി. നമ്മളിപ്പോൾ എൻട്രി ചെയ്യാൻ പോകുന്നത് ഈ വലിയ ഈ കണ്ടൽക്കാടിൻ്റെ ഒരു ആർച്ചാണ്. ഇവിടെ ആൾക്കാർക്ക് വന്ന് ഈ മരത്തേക്കടെയൊക്കെ കയറാം. പിന്നെ അങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി ഈ മരത്തേലൊക്കെ കയറാൻ നമുക്ക് ഇഷ്ടമാണ്, താല്പര്യമുള്ളവർക്ക്. അതൊക്കെയാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. അങ്ങനെ ഈ മരമൊക്കെ നല്ല സ്ട്രോങ് ഒക്കെ ഉണ്ടോ. മരം കയറികളൊക്കെ കയറിക്കോ ഭയ്യ. യു ക്യാൻ ക്ലൈംബ്. പള്ളിയാന്തുരത്ത് എന്ന് പറഞ്ഞ ഇതിന്റെ പേര്. ഇപ്പൊ ഇത് റെയിൽവേയുടെ സ്ഥലമായിട്ടിരിക്കുക. 1 കിലോമീറ്ററിന് ഇതിലെന്തൊക്കെയാ ഉള്ളത് നമുക്ക്? ഈ കണ്ടൽക്കാടിന്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രത്യേകിച്ച്? ഇതിനകത്ത് ചെറിയ ചെറിയ മരങ്ങളും കണ്ടൽക്കാടുകളും ചെറിയൊരു മലയും ഒരു പിന്നെ കിണറൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇതിന്റെ ഉള്ളിൽ കിണറുണ്ടല്ലേ? ഓക്കെ. ഈ മീനുകളൊക്കെ മുട്ടയിടുന്നൊക്കെ ഇതിന്റെ സൈഡിൽ കൂടിയാണ് ഉള്ളിൽ? പണ്ട് ഈ നമ്മുടെ ഈ മറ്റേ ഇത് വരത്തില്ല, ചിക്കൻ ബോക്സ് വരുന്ന പണ്ട് എന്ന് പറഞ്ഞാൽ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മരുന്നില്ലല്ലോ. വരുന്നവരെ ഇതിനകത്താ കൊണ്ട് കളയുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ അവരെ മരിക്കാൻ വേണ്ടിട്ട് വിടുന്ന ഒരു സ്ഥലമാണ് ഇതല്ലേ ഈ? ഓക്കെ ഓക്കെ. ഇത് ചെറിയൊരു ഐലൻഡാണ്. അതായത് ചിക്കൻ ബോക്സ് നമ്മുടെ ആ ഒരു പ്രാചീന യുഗത്തിലെ വസൂരി എന്നുള്ള ഇതൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ സഹാവ് VS അച്യുതാനന്ദൻ്റെ ഒക്കെ കഥയിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. വളരെ ദയനീയമായിട്ട് പുള്ളിയുടെ അമ്മയൊക്കെ അവിടെ ഇങ്ങനെ വസൂരിയൊക്കെ വന്നപ്പോൾ ഇങ്ങനെ വീടിൻ്റെ അപ്പുറത്തൊരു സ്ഥലത്ത് ഒരു ചെറിയ കുടിലുണ്ടാക്കി അവിടെ ഇങ്ങനെ ഒക്കെ കിടത്തുമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ നമ്മൾ വിചാരിക്കും അതൊക്കെ ഒരു കഥയാണ്. പക്ഷേ അതൊന്നുമല്ല, അതൊക്കെ ആയിരുന്നു നമ്മുടെ ഈ കൊച്ചു കേരളത്തിലെ വലിയ വലിയ കാര്യങ്ങളായിരുന്നു. അന്നും നമ്മൾ വിചാരിക്കുക അതൊക്കെ വലിയ ചുമ്മാ പറയണ നല്ല സ്റ്റോറിയാണ്. അതൊന്നും അല്ലായിരുന്നു, അതായിരുന്നു റിയൽ ആയിട്ടുണ്ടായിരുന്നു. എനിവേ കാണാം. ചെറുതാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളത് വന്ന് കാണുക കേട്ടോ. ഓക്കെ, ശരി ശരി. ഈ കാണുന്ന സ്ഥലം ഇത് വെറും ഒരു സ്ഥലമല്ല. ഇത് വേമ്പനാട് കായലിൻ്റെ അഷ്ടമുടി കായലിൻ്റെ നടുക്കുള്ള ഒരു സ്ഥലമാണ്. ഇത് ശരിക്കും ഒരു ഐലൻഡാണ്. ഇവിടെ വേറെ ഒരു രീതിയിലുള്ള ആക്സസ് ഒന്നുമില്ല. ഒള്ളി ബോട്ട് മാത്രമാണ് ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ. ഇവിടെ ആരും ഇപ്പോൾ താമസിക്കുന്നില്ല. കാരണം ഇവിടെ താമസയോഗ്യം അല്ലാത്തതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഇതൊന്നുമില്ല. ഇത് പണ്ട് നമ്മുടെ ഏറ്റവും വെറുക്കപ്പെട്ട അസുഖങ്ങളെന്നൊക്കെ പറയില്ലേ, അതായത് വസൂരി അങ്ങനെയുള്ള ഇതൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് ഭക്ഷണമൊന്നും ആരും കൊണ്ടുപോയി കൊടുക്കുകയൊന്നുമില്ല. ഇവിടെ കൊണ്ടുപോയിട്ട് അവർ ഭക്ഷണമില്ലാതെയൊക്കെ ആയിട്ട് മരിക്കും. നമ്മുടെ വലിയ പ്രാചീന യുഗം എന്നൊക്കെ പറയില്ലേ, പ്രാചീന യുഗം ഒത്തിരി അങ്ങനെ അകലമൊന്നുമില്ല. നമ്മുടെ ഒത്തിരി കാലപ്പഴക്കമൊന്നും ഇല്ലാതെ തന്നെ ഈ സ്ഥലത്ത് ഒത്തിരി പേര് വന്ന് അവരുടെ അന്തിമം ഇവിടെ കഴിച്ചിരിക്കുന്നത്. അതുപോലെ ഒരു വല്ലാത്തൊരു ഭീതിപ്പെടുത്തി നമുക്ക് അങ്ങനെ പേടിയൊന്നും, ഞാനിപ്പോൾ നട്ടുച്ചയ്ക്കാണ് നിൽക്കുന്നത്, പേടിക്കേണ്ട ഒരു സ്ഥലം എന്നല്ല. പക്ഷെ ഒത്തിരി ആൾക്കാരുടെ ജീവിതം ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. പണ്ടൊന്നും നമ്മുടെ ഇപ്പോഴത്തെ പോലെ ആധുനിക യുഗത്തിലെ പോലെ ഹോസ്പിറ്റലുകളോ ഇതൊന്നുമില്ല. ചിലപ്പോൾ അന്നൊക്കെ ചില നാട്ടുവൈദ്യന്മാരോ അവരൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത് ചെയ്ത് അവസാനം വീട്ടുകാർക്കും നാട്ടുകാർക്കും വേണ്ടത്. കാരണം ഇതൊക്കെ പടരുന്ന ഒരു അസുഖമായിരുന്നു. ഞാൻ നിങ്ങളോട് കൂടുതലൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ ഇവിടെ മരിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ഇവിടുന്ന് ഇപ്പം നീന്തിയോ അല്ലാതെയോ ഒന്നും അവരുടെ ഹെൽത്ത് വൈസ് ആണെങ്കിലോ ഒക്കെ വീക്കായിരിക്കും ആ സമയത്ത്, അറിയാലോ. അതുപോലെയുള്ള സമയത്ത് അവരെ ഈ ഐലൻഡിലേക്ക് കൊണ്ടുവിടും. അങ്ങനെ ഉള്ള ഒരു ഐലൻഡാണ് ഇത്. ഇപ്പം കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ റെയിൽവേയുടെ അണ്ടറിലാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. എനിവേ അവർ ഇത് മറ്റൊരു പ്രൈവറ്റ് പാർട്ടിക്കൊന്നും വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇതൊക്കെ ഒരു നല്ലൊരു പ്രൈവറ്റ് പാർട്ടിക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇത്
ശരിക്കും അത് ഉപയോഗിക്കാവുന്ന ഒരിതാണ്. അതെ, ഇവരൊക്കെ ആന്ധ്രാപ്രദേശിൽ നിന്ന് വന്നിരിക്കുന്നവരാണ്. Please introduce yourself and how you feel about this area. Yeah, very nice. Very I'm happy here. Everything good, but good food is good. Everything greenery. I'm really excited. Really. Yeah, and he's a professor from Hyderabad. I am V. Jagadishwar, came from Hyderabad, and I am working as a teacher. Here nature is very beautiful and nature is very green and look like Action Park is there. We feel. Thank you. ഇത് ജയേഷ് നമ്മുടെ മലയാളി തന്നെയാണ്, നമ്മുടെ നാട്ടിൽ നിന്നും പോയതാണ്. പക്ഷേ ഇവിടെ നമ്മുടെ ഇപ്പം നാട്ടിൽ നിന്ന് പ്രവാസികളായാലും നമ്മുടെ നാടിനെ പറ്റിയുള്ളൊരു ചിന്ത നമുക്കൊക്കെ ഭയങ്കര ഇതാണ്. ഞാനൊന്നും പണ്ട് ഇങ്ങനെയുള്ളൊരു സ്ഥലം ഉണ്ടെന്ന് പോലും അറിഞ്ഞിട്ടില്ല. ഇപ്പം ആഫ്റ്റർ കൊറോണയാണ് ശരിക്കും ഈ ഏരിയ ഒക്കെ ഇങ്ങനെ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്തതെന്നാണ് അറിഞ്ഞത്. അന്നേരമാണ് കൊറോണ സമയത്ത് ലോങ് ഡിസ്റ്റൻസ് ടൂർ ഇതൊന്നും ഉണ്ടായിരുന്നല്ലോ. നമുക്കറിയാം ആഫ്റ്റർ കൊറോണ ടൂറിസം ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ആൾക്കാരൊക്കെ വീട്ടിലിരുന്നും ഇതൊക്കെയാണ് ജീവിതം എന്നുള്ള മനസ്സിലാക്കി. അതിനുശേഷമാണ് ആൾക്കാർ ശരിക്കും ഓരോരോ ടൂറും കാര്യം. നമ്മുടെ മലയാളികൾ പണ്ടൊക്കെ നോർത്ത് ഇന്ത്യൻസും അങ്ങനെയുള്ളവരൊക്കെ ആയിരുന്നു കൂടുതലും ഇങ്ങനെയുള്ള ഔട്ടിങ്സിനൊക്കെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ മലയാളികൾ തന്നെ അവരുടെ ഓരോ കിട്ടുന്ന സമയം മാക്സിമം അവരിങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ട് നമ്മൾ അമേരിക്കയിലോ അല്ലെങ്കിൽ വേറെ എങ്ങും പോകണ്ട. ഞാൻ ഒത്തിരി കൺട്രീസ് ചുമ്മാ പ്രത്യേകിച്ച് ഞാൻ പോയിരിക്കുന്ന രാജ്യങ്ങളെ പറ്റി പറഞ്ഞാൽ അത് മോശമായിരിക്കും. ഇപ്പം ഈവൻ അമേരിക്ക, ന്യൂയോർക്ക് ഞാൻ പോയിട്ടുണ്ട്. ഈ ന്യൂയോർക്കിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ബോട്ട് ട്രിപ്പും അതുപോലെയുള്ള ഒത്തിരി ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നത് കുറച്ച് വലിയ വലിയ ആർട്ടിഫിഷ്യലായിട്ടുള്ള ബിൽഡിങ്ങുകൾ മാത്രം. അവിടെ നേച്ചറിൻ്റേതായ ഒന്നുമില്ല. ഈ കാണുന്ന ഇതെല്ലാം നേച്ചർ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഒന്നും ഇവിടെ ഇതിനു വേണ്ടിയിട്ട് ടൂറിസം പ്രൊമോട്ട് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ മറ്റൊന്നിനായിട്ട് ചെയ്തിട്ടില്ല. ഈവൻ ദുബായിൽ പോയിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് കാണാം ഒത്തിരി നല്ല നല്ല ബിൽഡിങ്സും നല്ല നല്ല ആർട്ടിഫിഷ്യലായിട്ടുള്ള പലതും ഉണ്ടാക്കിയാണ്. ഇത് നമ്മുടെ സ്വന്തം നാട്, ഗോഡ്സ് ഓൺ കൺട്രി. ഇവിടെ തന്നെ നമുക്ക് ഒത്തിരി കാണാനുണ്ട്. നിങ്ങളത് കളയാതെ മേക്ക് ഒരു കാര്യം ശ്രദ്ധിച്ചാ, ഞാൻ ഇതിനകത്ത് കയറുന്നവരെ ഞാൻ വിചാരിച്ചു ഇത് മണല് നല്ല കട്ടി കട്ടി. നമ്മളെ ചെങ്കല്ല് വെട്ടുന്നത് ഞാൻ ഇവിടെ കയറുന്ന എന്നെ ഉറപ്പ് ഇതിനൊക്കെ ഭയങ്കര ഉറപ്പ്. ഇത് പക്ഷെ ഇതൊക്കെ ശരിക്കും മണലിലായിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. രക്ഷയില്ല. നല്ലത് ഇതൊക്കെ നല്ല കൈകളിൽ കിട്ടുവാണെങ്കിൽ ഇതൊക്കെ നമുക്ക് മേക്ക് യൂസ് ചെയ്യാൻ പറ്റും. എനിവേ ഞങ്ങളുടെ പാർട്ട്നേഴ്സ് കൂടെ വന്നേക്കണവരൊക്കെ പോകാനായിട്ട് തിരക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടൊന്നുമില്ല, ഇനിയും ഒത്തിരി ഈ സൈഡുകളിൽ തന്നെ കാണാനുണ്ട്. അതുകൊണ്ട് മാത്രം ഞാൻ നിങ്ങളെ അടുത്ത നല്ല കുറച്ച് സ്ഥലങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അപ്പോൾ താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.